മൊബൈൽ കവർ വാങ്ങിയപ്പോൾ കിട്ടിയൊരു സിപ്ലോക്ക് കവറാണ്. കണ്ടപ്പോൾ വെറുതെ കളയാൻ തോന്നിയില്ല. സിപ്ലോക്ക് കവറല്ലേ, എങ്ങനെ കളയും? അപ്പം നമ്മൾ അതിനെ ഒരു ക്യൂട്ടായിട്ടുള്ള പൗച്ചാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഒരു പാറ്റേൺ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുത്തു. പിന്നെ വാഷി ടേപ്പ് വെച്ച് ബോർഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റിക്കർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാരി വെതറി ഒന്നും കൂടെ ക്യൂട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള പാറ്റേൺ പേപ്പർ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ, മാർക്കേഴ്സ് വെച്ച് വരച്ചെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ജേണൽ സപ്ലൈസ് ഒക്കെ പ്രിന്റ് എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ പേപ്പർ ആയിരുന്നു ഇത്. അപ്പോൾ അത് വെച്ച് കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. കാർഡ്ബോർഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ തപ്പിയാലും പിൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എപ്പോഴും കയറി വരുന്ന ഒരു ഐറ്റാണ് ഈ പെൻ ഹോൾഡർ. നമുക്ക് ഇന്നത് ഉണ്ടാക്കിയാലോ? ഈ കാണുന്ന പോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെയിന്റ് ചെയ്താലും മതി കേട്ടോ. ഞാനിവിടെ 2 A4 ഷീറ്റ് ജോയിൻ ചെയ്തിട്ടാണ് ഇതുപോലെ കവർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ മുകൾ വശത്ത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒന്ന് വൃത്തിയോടൊക്കെ മായ്ക്കാനായിട്ട് ഇതുപോലെ വാഷി ടേപ്പും പേപ്പറൊക്കെ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിൽ കുറച്ച് അധികം സ്റ്റിക്കേഴ്സ് ഉള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ആരും മറന്നിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് ക്യൂട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ട് പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയാലോ? ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുക്കുക, ബ്രഷ് പെൻ വെച്ചൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിവർത്തി നോക്കുമ്പോൾ കാണാം അതിന്റെ എല്ലാ വശത്തേക്കും ആ ഇങ്ക് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. സിമ്പിൾ ആണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ മടക്കി എടുക്കുമ്പോൾ നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോ കിട്ടും. ഇതേ കണ്ടോ, നമ്മുടെ ബോ സെറ്റ്. എന്നിട്ട് അതിനെ സെക്യൂർ ചെയ്യാനായിട്ട് ഒരു ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ വാഷി ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ബോ ഉണ്ടാക്കി എടുക്കുക. പല കളറ് ബ്രഷ് പെൻ വെച്ച് ഡോട്ട് ഇട്ട് കൊടുത്ത് പല കളറിലുള്ള ബോസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെല്ലാം കൂടെ ഒരു ത്രെഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പിൻട്രസ്റ്റി ആയിട്ടുള്ള വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒന്നും കാണാനില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് ഉണ്ടോ അതൊക്കെ കമന്റ് ആയിട്ട് വരട്ടെ കേട്ടോ. സ്റ്റിക്കേഴ്സ് ഒന്നും ഉണ്ടാക്കാത്ത ക്രാഫ്റ്റ് ചാനല് അതേതാണ്ട് ഈ പായസത്തിലെ മധുരട്ടില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാ, നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എടുത്താലോ? ഈ കാണുന്ന പോലെ കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുത്ത് ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബോർഡർ വൈറ്റ് പോർഷൻ വരുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് സ്റ്റിക്കേഴ്സിന് ഒരു ലുക്ക് വരുള്ളൂ. പിന്നെ ഇതുപോലെ സെല്ലോ ടേപ്പിന്റെ ഗ്ലൂ വരുന്ന ഭാഗത്തേക്ക് നമ്മുടെ സ്റ്റിക്കറിന്റെ ഫേസ് വരുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ സെല്ലോ ടേപ്പ് കുറച്ച് അധികം ബോർഡർ വരുന്ന പോലെ അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സ്റ്റിക്കർ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറിൽ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. ഈ സോപ്പ് ബോക്സ് വെച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുത്താലോ? ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിന്റെ 4 വശം ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് സ്റ്റാപ്ലെയർ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് തന്ന ഒരു കാർഡ്ബോർഡ് വെച്ച് ഒരു കമ്പാർട്ട്മെന്റ് തിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് അത് പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉൾവശം പേപ്പർ വെച്ച് കവർ ചെയ്ത് ആ കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കാൻ വെച്ച പീസ് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ കമ്പാർട്ട്മെന്റ് ഇവിടെ റെഡി. ഇതുപോലെ നമ്മൾ 4 എണ്ണം ചെയ്തെടുത്തു. എന്നിട്ട് ഒരു ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ ബുക്ക് ഡിസൈനിലൊന്ന് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡ്സ് ഒക്കെ കവർ ചെയ്യാനായിട്ട് പാറ്റേൺ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിന്റെ ടോപ്പ് പോർഷനിൽ ഒരു ബോ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ അടയ്ക്കാനായിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പും വെച്ച് കൊടുത്തു. അപ്പൊ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസർ ഇവിടെ റെഡിയായി. നമുക്ക് ഇന്നൊരു ഹോളോഗ്രാം ഉണ്ടാക്കിയെടുത്താലോ? ഈ കാണുന്ന പോലെ ട്രാൻസ്പെറന്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെന്റ് ആണ് ഈ പിക്ചർ ആയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ 4 എണ്ണം കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഫ്രെയിം കിട്ടും. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി. പിന്നെ വേറെ പണിയൊന്നുമില്ല. ഫോൺ എടുക്കുക, യൂട്യൂബ് എടുക്കുക, ഹോളോഗ്രാം വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്യാം. കുറേ വീഡിയോസ് കയറി വരും. ഫോണിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്രെയിം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. പിന്നെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുക. രാത്രിയാണെങ്കിൽ ഇത്രയും കൂടെ സൂപ്പറായി നമുക്ക് ഹോളോഗ്രാം വീഡിയോസ് സെറ്റ് ആയിട്ട് കാണാൻ പറ്റും. അടിപൊളി ഒരു ക്രാഫ്റ്റ് ആണ്. സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ചെയ്തു നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളൊരു ചെറിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഈ ടൈപ്പ് ഒരു ബോക്സ് ഉണ്ടാവും കയ്യിലെടുക്കാൻ. എങ്കിൽ വാ, നമുക്ക് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. വരച്ചു കഴിഞ്ഞ് അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള 2 പീസസ് കിട്ടും. ആ 2 പീസസ് ഒട്ടിച്ചെടുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമായാലും കുഴപ്പമില്ല. കുറെ ബുക്കുള്ളവർക്ക് 2 എണ്ണം ഒട്ടിച്ചെടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ 2 എണ്ണം ഒട്ടിച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒട്ടിച്ച് ചേർത്തു. അതിന്റെ ബേസ് ഒന്ന് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മളൊരു പാറ്റേൺ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കളർ അത്രയ്ക്ക് ക്ലിയർ അല്ല വീഡിയോയില്. അതൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ചിട്ട് അതിൽ ടു ഡു ലിസ്റ്റോ പിക്ചേഴ്സോ എന്തെങ്കിലും വെക്കാം. അപ്പൊ പിന്നെ നമ്മുടെ ജേണൽസ് ഒക്കെ എടുത്ത്
സെറ്റപ്പ് ആക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചോ. ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട. ദേ ഞാൻ വീണ്ടും ഒരു സോപ്പ് പെട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്നും പരിപാടി ഓർഗനൈസർ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഓർഗനൈസറിന്റെ ഒരു പ്രത്യേകത ഒരു കുട്ടി ഓർഗനൈസർ ആണ്. നമ്മുടെ കയ്യിൽ ചെറിയ കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു സ്കെച്ചൊക്കെ, നമ്മൾ ഈ 10 രൂപയ്ക്കൊക്കെ ഒരു പാക്കറ്റ് മേടിക്കുന്ന സ്കെച്ചില്ലേ ചെറുത്, അത് ഇട്ട് വെക്കാൻ പറ്റിയ ഒരു കുട്ടി ഓർഗനൈസർ ആണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഈ സ്കെച്ചൊക്കെ വലിയ പെൻ ഹോൾഡറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുങ്ങി തപ്പണ്ടി ഒരെണ്ണം കിട്ടണമെങ്കിൽ. അപ്പൊ അതിന്റെ ഉയരത്തിന് പറ്റിയ ചെറിയൊരു പെൻ ഹോൾഡർ ആണ് വേണ്ടത്. അപ്പൊ ഈ സോപ്പ് പെട്ടി അതിന് ആപ്റ്റ് ആണ്. അപ്പൊ അതിങ്ങനെ 2 കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു ഓർഗനൈസർ ആക്കി നമുക്ക് മാറ്റാം. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ മുൻപ് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. നമ്മുടെ കയ്യിലുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യണേ. നമ്മൾ ജേണൽ ബുക്ക് ഉണ്ടാക്കിയ വീഡിയോ ഉള്ളേ, അതിന് താഴെ വന്നൊരു കമന്റ് ആയിരുന്നു മിനി ബുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ജേണൽ ബുക്ക് ഉണ്ടാക്കിയ സെയിം പ്രൊസീജിയറിൽ ഒരു മിനി ബുക്കും കൂടി ഉണ്ടാക്കിയെടുത്താലോ? ഈ കാണുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ A4 ഷീറ്റ് മടക്കിയെടുത്തിട്ടുണ്ട്. അതിന് 2 പോർഷനാക്കി മാറ്റിയിട്ട് ഒന്നിൽ ഇതുപോലെ മുകളിലും താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ ഒരു മിഡിലിൽ ഈ കാണുന്ന പോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഹോളിൽ കൂടെ മുകളിലും താഴെയും കട്ട് ചെയ്തത് മടക്കി ഇതുപോലെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനി ബുക്ക് റെഡിയായി. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്. പിന്നെ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ആവാം. കുറച്ച് സ്റ്റിക്കറും കുറച്ച് ഗ്രിഡ് ലൈനൊക്കെ വരച്ച് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. ഷെയ്ഡ് മിക്സിങ്ങിന്റെ ഈ പേപ്പർ കണ്ടപ്പോഴാണ് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളൊരു ഐഡിയ വന്നേ. അപ്പൊ കുറച്ച് വൈറ്റ് എടുത്തു, ultramarine blue 23, orange 17, deep brill purple 64, burnt sienna 01, light green 12. പിന്നെ ചേച്ചി പറഞ്ഞ കളറൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയ അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ള കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടും. ഒരു പിഞ്ച് ഓഫ് കളറെ യൂസ് ചെയ്യണ്ട കേട്ടോ, വൈറ്റ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഈ കാണുന്ന പോലെ ഒരു ബോ ഉണ്ടാക്കി എടുത്താലോ? പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഡോട്ടുകൾ കണ്ടോ, അവിടെയാണ് നമ്മൾ ഗ്ലൂ ചെയ്യേണ്ടത്. ആ പിക്ചറിലെ പോലെ കറക്റ്റ് ആയിട്ട് ഗ്ലൂ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ബോ വലിക്കുമ്പോൾ ഷേപ്പ് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ 2 ചെറിയ സ്ട്രിപ്പ് പേപ്പർ എടുത്ത് ഒന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേപ്പറിന്റെ മുകളിൽ മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഉള്ളിൽ ഒരിക്കലും ആ ചെറിയ സ്ട്രിപ്പ് ഒട്ടിക്കരുത്. എന്നിട്ട് ഈ ഡോട്ടുകളിലൊക്കെ ഗ്ലൂ വെച്ച് കൊടുക്കുക. ഗ്ലൂ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കുറച്ച് ഗ്ലൂ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്പ്രെഡായി ചെറിയ സ്ട്രിപ്പ് പേപ്പർ ഉള്ളിൽ ഒട്ടിപ്പിടിച്ചു പോകും. പിന്നെ നമുക്ക് വലിക്കുമ്പോൾ ശരിയാവില്ല. അപ്പൊ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാലോ. പേപ്പറിലാവുമ്പോൾ പല കളർ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈൻസ് മാറി മാറി ചെയ്യാം. പിന്നെ ഇതുപോലെ ആ സ്ട്രിപ്പൊക്കെ ഒന്ന് വലിച്ചു വിടുക. അപ്പൊ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ക്ലേ കൊണ്ടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പോളറോയിഡ് ഫോട്ടോസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ ഉരുട്ടി കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ അത് ചേർത്ത് വെച്ച് നമ്മൾ ഫ്ലവർ ഡിസൈനും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഫ്ലവർ ആണ് നമ്മൾ ചെയ്തത്. ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ കുറച്ച് ക്ലേ ബാക്കി വന്നപ്പോൾ നമ്മളതൊരു സ്റ്റാർ ഷേപ്പും കൂടെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒന്ന് വൈറ്റ് പെയിന്റ് കൊടുത്ത് പെയിന്റ് അടിച്ചു. പിന്നെ നമ്മൾ പെയിൽ പിങ്ക് ഷെയ്ഡ് വെച്ചാണ് കേട്ടോ മൊത്തം പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിന് വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സിന്റെ മിഡിലില് യെല്ലോ കളറും കൂടി കൊടുത്തു. അപ്പൊ നമ്മുടെ ഫോട്ടോ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യൂട്ടല്ലേ? പിന്നെ ഒരു പിൻട്രസ്റ്റ് ടച്ച് ഒക്കെ ഇല്ലേ? അപ്പൊ നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ വെക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. ഈ ഷൂ ബോക്സ് വെച്ച് നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫോൺ ഹോൾഡർ കം ഓർഗനൈസർ ഉണ്ടാക്കിയെടുത്താലോ? ഈ കാണുന്ന പോലെ ഫോണിന്റെ സ്ക്രീൻ വരുന്ന ഭാഗത്തെ കാർഡ്ബോർഡ് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ആ ബോക്സിന്റെ സൈഡിലുള്ള ഫ്ലാപ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ആ ബോക്സിന്റെ ബേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അടിവശത്ത് ഒരു കാർഡ്ബോർഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഉൾവശം വൈറ്റ് പേപ്പർ വെച്ചും പുറം വശം ഈ കാണുന്ന ഗ്രിഡ് പേപ്പർ വെച്ചുമാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആയി കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. മൊബൈൽ വെക്കാനാണ് ഈ ചെറിയ കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് എത്ര കമ്പാർട്ട്മെന്റ് വേണോ അത്രയും കമ്പാർട്ട്മെന്റ് കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഓർഗനൈസർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റിക്കർ വാരി അങ്ങ് വെതറാം. അപ്പൊ നമ്മുടെ ഓർഗനൈസർ സെറ്റായി. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ട്രാഷ് ടു ട്രഷർ എന്ന് കേട്ടിട്ടില്ലേ? അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഈ കാണുന്ന ബുക്ക് കവർ നമ്മൾ തുണി വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
പിൻട്രസ്റ്റില് ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു ഡിസൈനാണ്. അപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഉണ്ടാക്കണമെന്ന്. പക്ഷെ നല്ല പാറ്റേണിലുള്ള തുണിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വൈകിപ്പോയത്. ഇതുപോലെ ബുക്ക് പൊതിയുന്ന മെത്തേഡിൽ നമ്മൾ തുണിയൊന്ന് മടക്കിയെടുത്താൽ മതി. നമ്മുടെ ബുക്കിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് എന്നിട്ട് ഈ 2 സൈഡിൽ ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ബുക്ക് കവർ സെറ്റായി. പെർമനന്റ് ആയിട്ട് ഒട്ടിച്ചു വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഒട്ടിച്ചു വെക്കാം കേട്ടോ. ഞാനിവിടെ മാറ്റി മാറ്റി ഉപയോഗിക്കാനായതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബുക്ക് കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബുക്ക് കവർ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് അലങ്കാരപ്പണികളും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ തുണി കയ്യിലില്ലാത്തവർ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ടൈലർ ഷോപ്പിലൊക്കെ പോയില്ലേ, അവിടെ അവര് കട്ട് വേസ്റ്റ് ആയിട്ട് കളയുന്ന തുണികൾ ഉണ്ടാവും. അതിൽ നിന്ന് നല്ല ഡിസൈൻ ഒക്കെ ഉള്ള തുണികൾ നോക്കി മേടിച്ചാൽ മതി. അപ്പൊ പിന്നെ ഇതുപോലെ ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. ക്യൂട്ട് ആൻഡ് ഈസ്തെറ്റിക് ആയിട്ടുള്ള ഈ 3 ബുക്ക് മാർക്സ് ഉണ്ടാക്കുന്നത് കണ്ടാലോ. ഫസ്റ്റ് വൺ ഇതുപോലെ കാർഡ്ബോർഡ് എടുത്തു. അതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് വിന്റേജ് ജേണൽ സെറ്റ് ഉണ്ടായിരുന്നില്ലേ, അതിൽ കിട്ടിയ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ അതിന്റെ ചുറ്റും ബോർഡർ ആയിട്ട് നമ്മൾ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉള്ള ഒരു കോട്ട് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തു. എഡ്ജസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു. ടോയിൻ വെച്ചൊന്ന് കെട്ടിക്കൊടുത്തു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വിന്റേജ് ലുക്കിലുള്ള ഒരു എസ്തെറ്റിക് ബുക്ക് മാർക്ക്. അടുത്തത് നമ്മൾ ഒരു ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്തതിന്റെ മുകളിലേക്ക് നമ്മളൊരു ട്രാൻസ്പെറന്റ് ഷീറ്റ് ഒട്ടിച്ചു. പിന്നെ ഔട്ടർ ലെയർ കവർ ചെയ്യാനായിട്ട് ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ റൗണ്ടിന്റെ ചുറ്റും നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ നടുവിൽ ഒരു വിന്റേജ് ഫ്ലവർ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വണ്ണും റെഡി ആയിട്ടുണ്ട്. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള വിന്റേജ് ലുക്കൊക്കെ ഉള്ള ഒരു ബുക്ക് മാർക്ക് അല്ലേ. നെക്സ്റ്റ് വൺ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യൂട്ട് ആൻഡ് കവായ ആയിട്ടുള്ള ബുക്ക് മാർക്കാണ്. ആദ്യം കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചെടുത്തു. പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചെടുത്തു. ഇതുപോലെ ഒരു ഹോൾ ഇട്ട് ട്വൈൻ ചെയ്ത് കൊടുത്തു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇന്ന് ചിരട്ട വെച്ചൊരു ക്യൂട്ട് ആയിട്ടുള്ള ഡെസ്ക് ഡെക്കർ ഉണ്ടാക്കിയെടുത്താലോ. ഈ കാണുന്ന പോലെ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയി കിട്ടും. നമ്മൾ ഉരച്ചെടുത്തപ്പോൾ അതിനൊരു ഹോള് വന്നായിരുന്നു. അത് കാർഡ്ബോർഡ് വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് പെയിന്റ് അടിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്ത് അതിൽ വെള്ളം സ്പ്രേ ചെയ്ത് ഫസ്റ്റ് ലെയർ മാറ്റി ഈ കാണുന്ന പാറ്റേണിലാക്കി എടുത്തിട്ടുണ്ട്. അതും നമ്മൾ വൈറ്റ് കളർ പെയിന്റ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം കോട്ടേജ് ആണ്. അപ്പൊ അതിനൊരു വാതിലും ജനലൊക്കെ വേണ്ടേ, അതൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് പെയിന്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. പെയിന്റ് അടിക്കുന്ന കാര്യമൊന്നും ആർക്കും അറിയാത്തതല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത. പിന്നെ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്ത് അതിന്റെ അളവില് മടക്കി നമ്മൾ ആ കാർഡ്ബോർഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വാതിലും ജനലൊക്കെ വെച്ചു കൊടുത്തു. പിന്നെ നമ്മളെ മഷ്റൂം ചിരട്ട അതിന്റെ മുകളിലും വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓർഗനൈസർ ആയിട്ടും ക്യൂട്ട് ആയിട്ടുള്ള ഡെസ്ക് ഡെക്കോർ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇന്ന് നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് പൗച്ച് ഉണ്ടാക്കിയെടുത്താലോ. ഈ കാണുന്ന പോലെ നമ്മൾ ട്രാൻസ്പെറന്റ് ഷീറ്റ് ഒന്ന് മടക്കി എടുക്കണം. പിന്നെ അതിന്റെ 2 സൈഡും സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ സ്കെയില് വെച്ചൊന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ മടക്കുകളൊക്കെ വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ അതിന്റെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക, ഒരു പൗച്ചിന്റെ ഡിസൈൻ വരാനായിട്ടാണ്. അപ്പൊ നമ്മുടെ പൗച്ചിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു യെല്ലോ കളർ വാഷി ടേപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാച്ചിങ് ആയിട്ടുള്ള 2 സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുത്തു. ട്രാൻസ്പെറന്റ് പൗച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്റ്റിക്കറൊന്നും ഒട്ടിച്ച് ഒപ്പേക്കാക്കി മാറ്റിയിട്ടില്ല. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ ഒരു ബട്ടർ പേപ്പർ കൊണ്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്തതെന്ന് ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ട ആരും പറയില്ല കേട്ടോ. ഈ ക്രാഫ്റ്റിന് നമുക്കൊരു ബട്ടർ പേപ്പർ മാത്രം മതി, ഒരു പീസ് ഓഫ് ബട്ടർ പേപ്പർ. ഇതുപോലെ ബട്ടർ പേപ്പർ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ട്രാൻസ്പെറന്റ് ബോട്ടിലിന്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുക്കി ചുളിച്ചെടുക്കുക. ചുക്കി ചുളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നല്ല പോലെ ചുളിച്ച് അങ്ങ് എടുക്കുക. നമ്മുടെ കുപ്പിയുടെ ഉയരത്തിന്റെ അത്രയും ചുളിച്ചെടുക്കുക. അപ്പൊ നമ്മൾ എടുക്കുന്ന ബട്ടർ പേപ്പർ ഇത്തിരി വലുതായിരിക്കണം. അപ്പോഴേ നമുക്ക് അത്യാവശ്യം നല്ല പോലെ ഫോൾഡിങ്സ് കിട്ടുള്ളൂ. എന്നിട്ട് അതിന്റെ മുകൾ വശം കുപ്പിയുടെ ഉള്ളിലേക്ക് ചുരുട്ടി വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഗമ്മ് വെച്ച് ഒട്ടിച്ചാലും മതി. ഇനി നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ക്യാൻഡിൽ ഒന്ന് വെച്ച് നോക്കിയാൽ ഇത്രയും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സംഭവം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. മിനി ബുക്ക് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ സ്ക്വിഷി ആയിട്ടുള്ള മിനി ബുക്ക് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. വാ നമുക്ക് ഇന്നൊരു സ്ക്വിഷി മിനി ബുക്ക് ഉണ്ടാക്കാം. ഈ കാണുന്ന പോലെ ബുക്കിനുള്ള പേജസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബുക്ക് കവർ ഡിസൈൻ ചെയ്യാം. നമ്മളെ സ്ക്വിഷി ആക്കാനായിട്ട് ബുക്ക് കവർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടില് ഇതുപോലെ ഒരു സ്പഞ്ചിന്റെ പീസാണ് വെച്ചു കൊടുക്കുന്നത്. പിന്നെ അതിനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബുക്ക് കവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേജസ് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള സ്ക്വിഷി മിനി ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതെങ്കിലും സ്റ്റേഷനറി സൈറ്റിലൊക്കെ കയറി ഇങ്ങനൊരു ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വില ഏകദേശം നമ്മളൊരു A4 സൈസ് പേപ്പറിന്റെ ഒരു ബണ്ടിലിന്റെ വിലയൊക്കെ വരാറുണ്ട് ഈ കുട്ടി ബുക്കിന്. അപ്പൊ പിന്നെ നമുക്കിത് തന്നെ ഉണ്ടാക്കല്ലേ ഭേദം. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പൊടിക്കുക ചെയ്യാൻ അറിയണവർക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. കവായ് സ്റ്റിക്കേഴ്സിനേക്കാളും ക്യൂട്ടാണ് അതിന്റെ കവറിൽ വരുന്ന ഈ ഐറ്റം. നമുക്ക് ഇത് വെച്ച് ക്യൂട്ടായിട്ട് കുറച്ച് ബാക്ക് പിൻസ് ഉണ്ടാക്കിയെടുത്താലോ.
ഈ കാണുന്ന പോലെ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു പേപ്പറിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഐവറി ഷീറ്റ് ആണെങ്കിൽ നല്ലതാണ്, അത്രയും കട്ടിയുള്ള പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് വാട്ടർ പ്രൂഫ് ആക്കാനായിട്ട് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്യുക. പിന്നെ അതിന്റെ വൈറ്റ് പോർഷൻ കുറച്ച് നിർത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ സേഫ്റ്റി പിൻ അതിന്റെ പിന്നിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബാക്ക് പിൻസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്കേഴ്സ് വെച്ചും ഇങ്ങനെ ഉണ്ടാക്കാട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് വരച്ചെടുത്ത് തിക്കായിട്ടുള്ള പേപ്പറിൽ ഒട്ടിച്ചെടുത്ത് ഇതുപോലെ ചെയ്താലും മതി. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ എടുത്തു വെച്ചതായിരുന്നു ഈ തെർമോകോൾ ബോൾ. പിന്നെ ഇപ്പോഴാണ് ഒന്ന് പൊടി തട്ടി എടുക്കുന്നത്. ഈ കാണുന്ന പോലെ ഒരു യെല്ലോ കളർ തെർമോകോൾ ബോൾ എടുത്ത് ടൂത്ത് പിക്കിലൊന്ന് തറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഇമോജി വരച്ചെടുക്കാം. ഒരെണ്ണല്ല, കുറച്ചധികം വരച്ചെടുക്കാം. നമുക്ക് വരയ്ക്കാൻ ഈസി ആയിട്ടുള്ള കുറെ ഇമോജീസ് ഇല്ലേ, അതിലേതെങ്കിലും ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു മിനി പോട്ടിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ഡെസ്ക് ഡെക്കോറും ആയി. സ്ട്രെസ് ഒക്കെ വരുമ്പോൾ കുറച്ച് നേരം ഒന്ന് നോക്കിയിരുന്ന കുറച്ച് സന്തോഷമൊക്കെ വരും ചെയ്യും. അപ്പൊ ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ് ആണ്, എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ തെർമോകോൾ ബോളും ഞാനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ചാനലിലെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ഈ തെർമോകോൾ ബോൾ വെച്ച് ഒരു മിനി സാന്റാനെ ഉണ്ടാക്കിയതായിരുന്നു. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഈ പിക്ചറിൽ കാണുന്ന മിനി ഫ്ലവർ പോട്ടില്ലേ, അത് ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ അത്. ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു കുപ്പി എടുക്കുക. നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ പോരാളിയുടെ അങ്കത്തട്ടില് കായം, ഈസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ കുപ്പികൾ കിട്ടും. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കുപ്പി എടുക്കുക. ഇതുപോലെ കാർഡ്ബോർഡിന്റെ ഫസ്റ്റ് ലെയർ കീറിക്കളഞ്ഞ് അടിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ജൂട്ട് ത്രെഡ് വെച്ച് മുകൾ ഭാഗം കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ അത് രണ്ടും കൂടെ ജോയിൻ ആവുന്ന ഭാഗത്ത് ഈ കാണുന്ന പോലത്തെ ബീഡ്സ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നമ്മുടെ കുപ്പി റെഡി. എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു മിനി ഫ്ലവർ പോട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. തെർമോകോൾ ബോൾ വെച്ചാണ് ഈ പാണ്ടേൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ദേ കണ്ടോ, ഈ കാണുന്ന പോലെ 2 തെർമോകോൾ ബോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ടൂത്ത് പിക്കിൽ തറച്ചു വെച്ചാണ് കേട്ടോ ഞാൻ എളുപ്പത്തിന് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചാടി പോവില്ലേ. ഇതുപോലെ കണ്ണും മൂക്കും വായൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ അതിന് കൈയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ബ്ലാക്ക് കളർ പേപ്പറിൽ ഇതുപോലെ കൈയിന്റെ ഷേപ്പ് വെട്ടിയെടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെവിയും ഒട്ടിച്ചു കൊടുക്കണം. ചെവി ഒട്ടിക്കുമ്പോഴും കാലൊട്ടിക്കുമ്പോഴും ആദ്യം തന്നെ ബ്ലേഡ് വെച്ചൊന്ന് കട്ട് ചെയ്യുക ചെറുതായിട്ട്. അപ്പൊ ചെവിയൊക്കെ വൃത്തിയായിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതാ നമ്മുടെ പാണ്ടക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മേക്കപ്പ് ആണ്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞു, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെറുതെ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ, ചെറിയ സാധനമല്ലേ, അതുകൊണ്ട് ഇതിനൊരു കീ ചെയിൻ ആക്കി മാറ്റാം. ഈ കാണുന്ന പോലെ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് എടുത്തിട്ട് ഒരു പൗച്ച് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഗ്രീനറിക്ക് വേണ്ടി കുറച്ച് ആർട്ടിഫിഷ്യൽ ലീഫും വെച്ചു കൊടുത്തു. നമ്മുടെ പാണ്ടക്കുട്ടനെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനൊരു ബോർഡറും സെറ്റ് ചെയ്ത് കൊടുത്തു. ഹോൾ ഇട്ടു, കീ ചെയിൻ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇന്നൊരു പിൻട്രസ്റ്റി ഫ്ലവർ ബുക്ക് ഉണ്ടാക്കാം. ഈ കാണുന്ന പോലെ സ്ക്വയർ ഷേപ്പിലെ പേപ്പർ എടുക്കുക. ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. നമുക്ക് എല്ലാ പെറ്റൽസും ഒരേ അളവിലുള്ള ഒരു ഫ്ലവർ വെട്ടിയെടുക്കാനാണ് കേട്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും വെക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ഈക്വൽ പെറ്റൽസ് ഉള്ള ഫ്ലവർ കിട്ടും. നമ്മൾ ഇതുപോലെ കുറെ അധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 2 പിങ്കും പിന്നെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പേജസ് മുഴുവൻ വൈറ്റ് ആണ് കേട്ടോ. A4 ഷീറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ഫോം ഷീറ്റ് വെച്ച് അതിനൊരു കവർ ഉണ്ടാക്കി. പിന്നെ അതിന്റെ മിഡിലിൽ ഒരു സിൽവർ കളർ ഫോം ഷീറ്റും കൂടെ വെച്ചു കൊടുത്തു. ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സാറ്റിൻ റിബണും കെട്ടിക്കൊടുത്തു. ഇതാണോ നല്ലത് അത് ഇതാണോ നല്ലത്? എനിക്ക് സെക്കൻഡ് വൺ ആണ് ഇഷ്ടപ്പെട്ടത്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിന്റെ മിഡിലിൽ ഒരു മാർക്ക് ഉണ്ടാക്കണം. എന്നിട്ട് ആ മാർക്കിൽ കൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഇന്നലെ ഒരു ഫ്ലവർ കട്ട് ചെയ്ത് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇന്ന് നമ്മൾ ആ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒരു വാൾ ഡെക്കോർ ആണ് ഉണ്ടാക്കുന്നത്. ഒരു പിൻട്രസ്റ്റി വാൾ ഡെക്കോർ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിൻട്രസ്റ്റി ക്യൂട്ട് ആയിട്ടുള്ള വാൾ ഡെക്കോർ. പിന്നെ അതിന്റെ മിഡിലിൽ ഇതുപോലെ ഒരു വൈറ്റ് കളർ റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടെ നമ്മൾ ജൂട്ട് ത്രെഡിൽ ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പിൻട്രസ്റ്റി ആയിട്ടുള്ള വാൾ ഡെക്കോർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റാമ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഫോം ഷീറ്റ് ആണ് ആദ്യം തന്നെ വേണ്ടേ. ഫോം ഷീറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പുകൾ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ഒരു ഹാർട്ട് ഡിസൈൻ ആണ്, ഒരെണ്ണം ഒരു ലീഫിന്റെ ഡിസൈൻ ആണ്, ഒരെണ്ണം വരുന്ന ഒരു സ്റ്റാർ, അടുത്തത് ഒരു ക്ലൗഡ്. അത് ഇതുപോലെ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിനൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഐവറി ഷീറ്റ് ഒന്ന് ചുറ്റിയെടുത്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സർക്കുലർ ഷേപ്പിലുള്ള സാധനം വെച്ച് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മളുടെ ഫോം ഷീറ്റിൽ വെട്ടിയെടുത്ത സ്റ്റാമ്പിന്റെ ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കാനും, ഒരെണ്ണം പിന്നെ അത് മൊത്തത്തിൽ ഒന്ന് ഇറക്കി വെക്കാനും. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റാമ്പിൽ വെട്ടിയെടുത്ത ഡിസൈൻ ഒട്ടിച്ചു കൊടുത്തു.
പിന്നെ ഇതുപോലെ നമ്മൾ രണ്ടാമത് പറഞ്ഞില്ലേ ഒരു സിലിണ്ടർ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടിപ്പൊക്കെ മാറ്റി ഉപയോഗിക്കുന്ന പെൻസിലില്ലേ, മാറി മാറി ടിപ്പിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പെൻസിലിന്റെ ടിപ്പ് വരുന്ന പോലെ ഒരു കോൺ ഷേപ്പ് വെട്ടിയെടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഡിസൈൻ കൊടുക്കുന്നത് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റാമ്പിനൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഫ്ലവേഴ്സ് വെച്ച് വരച്ച് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. എന്തെങ്കിലും ഒരു മാർക്കർ വെച്ചൊന്ന് വരച്ച് അതിന്റെ മിഡിലിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്ലവർ റെഡിയായി. അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെൻസിൽ ടിപ്പിന് നമ്മൾ ഇങ്ങനെ ഒരു പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ടിപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ സിൽവർ കളറ് ബ്രഷ് പെൻ വെച്ചൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു പെൻസിലിന്റെ രൂപമൊക്കെ വരണ്ടേ, അതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പെൻസിലിന്റെ ഒരറ്റത്ത് ഇറേസർ വരില്ലേ, അപ്പൊ അതുപോലെ തോന്നിക്കാനായിട്ട് ഫോം ഷീറ്റ് വെച്ചൊരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റില്ലേ, അതിൽ നിന്ന് ഒരു പീസ് വെട്ടിയെടുത്ത് ഇതുപോലെ ഒരു ബീഡിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ പെൻസിൽ സ്റ്റാമ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മിനിയേച്ചേഴ്സ് ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പൊ നമുക്കൊന്നൊരു ജയന്റ് പെൻസിൽ അങ്ങ് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു. നമ്മൾ ഇതുപോലെ 4 സ്റ്റാമ്പാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാർ ഷേപ്പ് ഉണ്ട്, പിന്നെ ഒരു ലീഫ് ഷേപ്പ് ഉണ്ട്, പിന്നെ ഒരു ഹാർട്ട് ഡിസൈൻ ഉണ്ട്, പിന്നെ ഇതുപോലൊരു കുട്ടി ക്ലൗഡ് ഉണ്ട്. ക്ലൗഡ് വരച്ചപ്പോൾ ചെറുതായി പോയി, കുഴപ്പമില്ല, പക്ഷെ വർക്കിംഗ് ആണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക് പെയിന്റ് ആണ്. എൻ്റെ കയ്യിൽ വാട്ടർ കളർ ഉണ്ടായിരുന്നില്ല. വാട്ടർ കളർ ആയിരിക്കും ഇത്തിരി ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ മാർക്കേഴ്സ് വെച്ച് വരച്ചു കൊടുത്താലും മതി. അപ്പൊ നമ്മുടെ 4 സ്റ്റാമ്പും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.